നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉറക്കം ഒളിച്ചിരുന്ന് അച്ഛനെ പരിചരിക്കാൻ തന്നെയാണല്ലോ അല്ലേ? മനസ്സിൽ വേറെ ഉദ്ദേശമൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. ദയയുടെ ഉറക്കം കെടുത്താനാണ് നിങ്ങളുടെയൊക്കെ തീരുമാനമെങ്കില് ഈ വീട്ടിൽ ആരും സമാധാനത്തോടെ ഇരിക്കില്ല. വാടാ, കരയാതെ. അല്ല, അനിതേച്ചി കഴിച്ചോ? ഇല്ല, ഞാൻ ശബരി കഴിച്ചിട്ട് കഴിച്ചോളാം. ആ, അപ്പൊ ദയം വരുമായിരിക്കും. ഞാൻ ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവള് വന്നില്ല. ഇനി എന്തായാലും ഞാൻ ചെന്നിട്ട് ദയ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. എന്തിന്? ദയ കഴിച്ചിട്ടാ ശബരി അങ്ങോട്ട് വന്നത്. ദയ കഴിച്ചോ? ആ, അവള് സാധാരണ രാത്രിയിൽ അധികം കഴിക്കാറില്ല. ഇന്ന് 2 ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ. ആ, മോന് വയ്യാത്തതല്ലേ, വീണ്ടും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണ്ടാന്ന് കരുതിയാവും നേരത്തെ കഴിച്ചത്. അല്ല, ചേച്ചിനെ ആരെ കാത്തു നിൽക്ക? ചേച്ചി ഇരുന്ന് കഴിക്കാൻ നോക്ക്. വേണ്ട, ശബരി കഴിച്ചു. എനിക്കൊരു കമ്പനി താ ചേച്ചി. ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു രസമില്ല. ചേച്ചി ഇവിടെ ഇരുന്നേ. അയ്യോ വേണ്ട ശബരി. ശബരി എവിടെ വെച്ചേക്ക്, ഞാനെടുത്ത് കഴിച്ചോളാം. എന്തേ കാണിക്കുന്നേ? കഴിക്കേ ചേച്ചി. ഇരിക്കേ, ഇങ്ങോട്ടിരുന്നേ. ആ, ഞാൻ എടുത്തോളാം. അങ്ങോട്ട് കഴിക്കേ, വെറുതെ വിശന്നിരിക്കുന്നു. ആ, കഴിക്കേ കഴിക്കേ. ശബരിയും ദയയും തമ്മില് വഴക്കൊന്നുമില്ലല്ലോ? ഏയ്, ഞാൻ വഴക്കിനൊന്നും നിൽക്കാറില്ല ചേച്ചി. പറ്റാവുന്നിടത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളതാ എന്റെ ഒരു പോളിസി. അതാ നല്ലത്. ദയക്ക് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ട്. അവള് ചിലപ്പോ സ്വാർത്ഥയാവുന്നത്. ഞങ്ങളെല്ലാവരും കൂടി നിന്നെ തട്ടിയെടുക്കുന്നുള്ള പേടിയായിരിക്കും അവൾക്ക്. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ടും എന്നെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നല്ലേ അതിനർത്ഥം? ഞാൻ എപ്പോഴും ആലോചിക്കും, എന്നെപ്പോലെ എന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ ദയക്കും കഴിഞ്ഞെങ്കിലും. അതൊക്കെ അവൾക്ക് കഴിയും ശബരി. ജീവിതം മുന്നോട്ട് പോകുമ്പോ അവളും ഈ കുടുംബത്തിന്റെ ഭാഗവും. ആർക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ ജീവിതം. നമ്മുടെയൊക്കെ ലൈഫിന്റെ കഥയും തിരക്കഥയും മുകളിലാണ് എഴുതി വെച്ചിരിക്കല്ലേ. എല്ലാത്തിനും അങ്ങനെ പറഞ്ഞാൽ മതി. അതെ, പരാജയം വരുമ്പോ പഴിച്ചാ മാത്രം പോരാ. വിജയത്തിലും വിധിദാതാവിനെ നമ്മൾ ഓർക്കണം. മനസ്സിലായോ? കഴിക്ക്. കറി ഇനി വേണോ? വേണ്ട. മോനെ, നീ എന്താ ഇന്ദ്ര എത്ര ആലോചിക്കുന്നേ? ആ സോനി ശ്യാമ പറഞ്ഞതിനെ കുറിച്ചാണോ? ആ സത്യനെയും കൂടി എല്ലാം അറിയിച്ചാ ആകെ പ്രശ്നമാവുമേ. ഏയ്, സത്യനും ഇവരും ഒന്നും നിനക്കെതിരെ ഒന്നും ചെയ്യില്ല ഇന്ദ്ര. ചിലപ്പോ ആ ജോത്സ്യരെ ഭീഷണിപ്പെടുത്തി പ്രവചനം മാറ്റി പറയിപ്പിക്കാൻ ശ്രമിച്ചേക്കും. അതിലൊന്നും നീ വീണു പോകാതിരുന്നാ മതി. അതവര് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ. എന്റെ പേടി സത്യനറിഞ്ഞ അവൻ ഹർഷയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന. പണ്ടേ അവൻ അവളോട് പകയാ. ഇതുകൂടെ അറിഞ്ഞ സ്ഥിതിക്ക് സത്യൻ ഹർഷ കൊല്ലാനും മടിക്കില്ല. ഇല്ല ഇന്ദ്ര, അവൻ എന്ത് ചെയ്താലും അതിന്റെ ഭവിഷ്യത്ത് നിനക്കായിരിക്കുമെന്ന് സത്യനറിയാം. ആ, എന്തൊക്കെ പറഞ്ഞാലും അവൻ കുടുംബസ്നേഹമുള്ളവനാ.
ചിലപ്പോ ഇവരെല്ലാവരും കൂടി അനുപമയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ നിന്നെ നിർബന്ധിക്കാനിടയുണ്ട്. എടാ, ഹർഷ ഈ നാട്ടിൽ നിന്ന് പോകും വരെ അനുപമ ഇങ്ങോട്ട് വരുന്നത് അപകടമാ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറണം ഇന്ദ്ര. ആരേ ഇന്ദ്ര? അനുപമയാണോ? അതെ. എനിക്ക് തോന്നി. വിടാതെ പിടികൂടാൻ നോക്കുക. എടുക്കണ്ട ഇന്ദ്ര, ഉറങ്ങിയെന്ന് വിചാരിച്ചോളൂ. ദേ, ഇനി അവള് വിളിക്കുവേ, നീ എടുക്കണ്ട. എടാ, കുറച്ചു ദിവസം അങ്ങനെ ചെയ്താ പിന്നെ അവള് വിളിക്കില്ല. ഇന്ദ്ര മോനെ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ആ, നീ കിടന്നുറങ്ങാൻ നോക്ക്. നീ ഇനി ഫോണൊന്നും വന്നാ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. കിടന്നു. അനു, ഇനിയും എനിക്ക് നിന്നോട് കള്ളം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം തിരിച്ചു വിളിക്കുന്നില്ല. The number you have called is currently switched off. ഇന്ദ്രേട്ടനെ ഇത്ര വേഗം സംസാരിച്ചു കഴിഞ്ഞോ ചേച്ചി? ഇന്ദ്രേട്ടൻ കോൾ എടുത്തില്ല. ചിലപ്പോ ഉറങ്ങിപ്പോയതുകൊണ്ടായിരിക്കും. സത്യൻ ഷോപ്പിലൊന്നും പോവാത്തോണ്ട് ഇന്ദ്രേട്ടനല്ലേ എല്ലാ ജോലിയും ചെയ്യുന്നേ. അതിന്റെ ക്ഷീണം കൂടെ ഉണ്ടായിരിക്കും. എന്നാലും അനുചേച്ചി അവിടെ ചെന്ന് വിളിച്ചിട്ട് കാണാൻ വരാത്ത സ്ഥിതിക്ക് ഇന്ദ്രേട്ടൻ ചേച്ചിയൊന്ന് ഇങ്ങോട്ട് വിളിക്കേണ്ടതായിരുന്നു. ചേച്ചി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ ജീവിതത്തിൽ ഭർത്താവ് വിളിച്ച് ക്ഷേമം അന്വേഷിക്കുന്ന ഒരനുഭവം ഉണ്ടായിട്ടില്ല. നിങ്ങളങ്ങനെ അല്ലായിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്കതിലത്ര വിഷമമൊന്നും ഇല്ല ചേരു. ഇന്ദ്രേട്ടൻ 100% മാറിയെന്ന് ഉറപ്പാക്കിയിട്ടാ ഞാൻ വീണ്ടും അടുക്കാൻ തീരുമാനിച്ചത് തന്നെ.